ഫ്രഷ് ബീഫ് നമുക്ക് നല്ലവണ്ണം അങ്ങോട്ട് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കാം. ഒരു പാൻ എടുക്കുന്നതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നു, 2 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരിയും ചേർക്കാം, ഒരെണ്ണം നോർമൽ എരിവുള്ള മുളക് പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂണ്, പെരുംജീരകത്തിൻ്റെ പൊടി ഒരു 2 ടീസ്പൂൺ. ഒരു ചെറിയ തീയിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അധികം ചൂടാക്കരുത്, കരിയരുത്, ഒന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നു. അതിലേക്ക് ബീഫ് ചേർക്കുന്നു. ഒരു 50 ഗ്രാം ചെറിയ ഉള്ളി അങ്ങനെ ചേർക്കുക. 100 ഗ്രാം സവാള അതും ചേർക്കുന്നു. ഒരു 3 സവാള മതി, അത് അങ്ങനെ ചേർക്കുന്നു. അതിനകത്തോട്ട് നമ്മൾ നെടുവേഗിര ചേർക്കുന്നു. ഒരു വലിയ വെളുത്തുള്ളി ഫുള്ളായിട്ട് ചേർക്കുന്നു ഇങ്ങനെ. അതുപോലെ തന്നെ നമ്മൾ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചേർന്ന് ചതച്ചിട്ട് വലിയ 2 തക്കാളി കൂടെ ചേർക്കുന്നു. നമ്മൾ ചൂടാക്കി വെച്ച മസാലപ്പൊടി കൂടെ ചേർക്കുന്നു. 2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കറിവേപ്പില 2 തണ്ട് കൂടെ നമ്മൾ കൈ കൊണ്ട് നല്ല വൃത്തിക്കങ്ങോട്ട് ഞെവിടി ചേർക്കുക. നിങ്ങൾക്ക് എത്രയും ഞെവിടാൻ പറ്റുമോ അത്രയും നല്ലപോലെ ഞെവിടുക. നല്ല ജ്യൂസ് പരുവത്തിൽ ആക്കിയെടുക്കാം. നമുക്കിത് ഇതുപോലെ ജ്യൂസ് പരുവത്തിൽ നല്ലപോലെ ഞെവിടി അങ്ങോട്ട് ചേർക്കുക. അതിലോട്ട് 15 മിനിറ്റ് വെച്ചതിന് ശേഷം വേവിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമ്മൾ ആ കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക്, ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്കിനിയും നമ്മുടെ ബീഫ് വരളൻ തയ്യാറാക്കാം. നല്ലോണം വരട്ടി എടുക്കാം. നമുക്കിങ്ങനെ ബീഫ് വഴട്ടി എടുക്കാം. നമ്മുടെ ബീഫ് വരളൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.